അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചലഞ്ചാണ്. ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, കാരണം ഇവിടെ നല്ല മഴയാണ്. ഞങ്ങൾ ജനറേറ്ററിലാണ് ഇപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത്, കാരണം നമ്മൾ ഓൾറെഡി ഈ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചലഞ്ചിൽ ഞാനില്ല, ഇവളുമാർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും ഇവർ തന്നെ പരിചയപ്പെടുന്നതായിരിക്കും. പറ. എന്റെ പേര് നേഹൽ. പറഞ്ഞോ. എന്റെ പേര് നേഹൽ. എന്റെ പേര് ജുവാന. എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 3. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞാല് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചാണ്. ഞാൻ 2 പേർക്ക് ഒരേ ക്വാണ്ടിറ്റിയില് ബിരിയാണി, അതുപോലെ തന്നെ റൈത്ത, പിന്നെ മുട്ട പുഴുങ്ങിയത്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ ബിരിയാണിയുടെ ചിക്കനും ഉണ്ട്, പിന്നെ അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പം ഒരേ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എന്താ പറയുക, ഈ ചലഞ്ചിൽ ജയിക്കുന്ന ആൾക്ക് ഒരു ഐസ്ക്രീമാണ് സമ്മാനം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താ പറയാനുള്ളേ? ആര് ജയിക്കും? കേക്കത്തില്ല, മൈക്കിലല്ലേ. അപ്പൊ മത്സരം തുടങ്ങാൻ മുമ്പ് ഇവരൊരു തോക്കുന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് തോക്കുന്നവർക്ക്. ഒരു പച്ചമുളക് കൊടുക്കാം നമുക്ക്. നാരങ്ങ നീരൊന്നുമില്ല, പച്ചമുളക്. നാരങ്ങ ഉണ്ടോ അമ്മേ? നാരങ്ങ ഇല്ല കൈസ, പച്ചമുളക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ലെറ്റ്സ് ഗോ. രണ്ടുപേരും കഴിക്കുന്നുണ്ട്, നമുക്ക് അറിയത്തില്ല. കുഴക്കുന്ന മാത്രമേ ഉള്ളൂ, കഴിക്കുന്നില്ല ഗൈസ്. എങ്ങനെയുണ്ട് ബിരിയാണി? ഇത് നമ്മള് ഇന്ന് ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോർച്ചുഗലിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് ബിരിയാണി? പറയാനൊന്നും നേരമില്ല ഗൈസ്. സൈഡിൽ അമ്മ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നോക്കി ചിരിക്കുക. നല്ല ബിരിയാണി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജുവാന വാശിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ പച്ചമുളക് നേഹൽ തിന്നുന്നത്. സാധാരണ ഗതിയില് നേഹൽ ഫുഡ് ഒന്നും കഴിക്കത്തില്ല കൈസ്. പതിയെ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. നമുക്ക് ഇന്ന് നോക്കാം ഇന്ന് ചലഞ്ചിൽ നേഹൽ ഫുഡ് കഴിച്ച് ജയിക്കുമെന്ന്. ബിരിയാണി ഞാൻ ഡിഫറെന്റ്, അതായത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത സമയത്തുണ്ടല്ലോ, 2 പേർക്കും എനിക്ക് ഇച്ചിരി വിശന്നിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിക്കുന്നതിലൊന്നും കാണുന്നില്ല. ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ സാധനം എനിക്ക് എല്ലാം തിന്നില്ല. എല്ലാം തിന്നണ്ട, പക്ഷെ കഴിക്കണം. എനിക്കാണ് ഞാൻ തന്നെ തൊട്ടുന്നത്. തൊണ്ട പിടിക്കൊണ്ടിരിക്കും. എനിക്ക് വലിയ ഒരു 3 പൈസ കൊടുക്കും.
ഇവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു ഇച്ചിരി വെള്ളം ഒഴിച്ചു അവർക്ക് തരുവാണ് തിന്നാൻ പോകുന്നില്ല. ഏമ്പക്കം വരെ വിടാൻ തുടങ്ങി. അതുകൊണ്ട് എൻ്റെ വയറ് നിറയുന്നുണ്ട് സംശയം. എല്ലാം മൊത്തം പോലെ ഇല്ല. നല്ല രസം കേൾക്കാം. നേഹൽ കഴിച്ചു വളഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല ഗൈസ്, നേഹൽ അങ്ങനെ ഫുഡ് അധികം കഴിക്കുന്നത് ചലഞ്ച് ആയ വേണ്ടിയിട്ട് കഴിക്കുവാണ്. പക്ഷെ ഇന്ന് അവള് മുളക് തിന്നു. അപ്പൊ നമ്മുടെ ജുവാന ദേണ്ട ഗൈസ് ജയിച്ചു. നമ്മുടെ നേഹൽ ഇവിടെ തോറ്റു ഗൈസ്. കാനുണ്ട നേഹു. അച്ചാറോട് തിന്നുന്നുണ്ട്. അതെ ഞാൻ ജയിക്കത്തുള്ളൂ. അതിനകത്ത് നേഹല് തിന്നെത്താം. അച്ചാറാട്ടോ. നിങ്ങൾ പ്രത്യേകം പറഞ്ഞാണ് ഉണച്ച് നിങ്ങൾ ചാലഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ ചാലഞ്ച്. അപ്പൊ നമുക്ക് ചലഞ്ച് നിർത്തിയാലോ? വയറ് നിറഞ്ഞ രണ്ടു പേരോ കഴിക്കുമോ നേഹൽ? ഇനി കഴിക്കും. അപ്പൊ നേഹൽ കൂടെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നേഹൽ ഒരു സ്ലോ ഈറ്ററാണ്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ തന്നെ, ഞാൻ അവളോട് പറഞ്ഞു ചലഞ്ച് ചെയ്യണ്ട, പക്ഷെ അവൾ പറഞ്ഞു ഞങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം അല്ലേ? ആരാ പറഞ്ഞ ചലഞ്ച്? ആരാ പറഞ്ഞത്? രണ്ടിനും കൂടെ തീരുമാനിച്ചല്ലേ? അപ്പോൾ അവൾ തന്നെയാ. അപ്പം നമ്മുടെ നേഹലും എങ്ങനെയൊക്കെയോ കഴിച്ചൊരു വകയിലെത്തി. പക്ഷെ കുറേ ചോറ് എൻ്റെ ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ക്ലീൻ ആക്കി പ്ലേറ്റ് ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയൽ വിന്നറായിട്ട് മാറുകയും ചെയ്തു ജുവാന. ഇനിയാണ് നമ്മുടെ സമ്മാന ചടങ്ങ്. ഓക്കെ, റെഡിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ അടുത്തതെന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റുമാണ്. ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീം, പണിഷ്മെൻറ്റ് ചില്ലി. ഓക്കെ, രണ്ടുപേർക്കും കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? വർത്തനം പറ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ തന്നെ തൊട്ടാലും ഞാൻ മുളക് കഴിക്കുമായിരുന്നു. അപ്പം നമുക്ക് ഈ മുളക് തന്നെ ആദ്യം കൊടുക്കാം. അല്ലേ വേണ്ട, നമുക്ക് ഈ മധുരം ആദ്യം കൊടുക്കാം. കഴിച്ചു കാണിക്കും. ജുവാനയാണ് ഫസ്റ്റ് എടുത്തത്. ജുവാന സോറി ഗൈസ്, ആവശ്യത്തിന് ഞാൻ നക്കിയതാണ്. അതിലെടുത്ത് കഴിക്ക്. ഇതെന്താ ഐസ്ക്രീമാ? ഇത് പിസ്തയുടെ. അത് കഴിച്ചു നോക്കിയായിരുന്നു അപ്പൊ? ഇല്ല, അതിപ്പോ നക്കിയതല്ലേ. മാവുമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഐസ്ക്രീം അത്. അതിനുശേഷം നമുക്ക് മുളക് അപ്പൊ വിഷയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുളക് കൊടുക്കാം. മുളക് കടിക്കട്ടെ. മുളക് കഴിക്കാൻ നമുക്ക് നോക്കാം. വേണ്ട കൈസ്, പാവല്ലേ, കൊച്ചല്ലേ, നമുക്ക് വിട്ടേക്കാം. പാവ നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. നമുക്ക് ഐസ്ക്രീം കൊടുത്ത് സഹായിക്കാം. ഐസ്ക്രീം കൊടുത്ത് റെഡിയാ. അപ്പത്തേക്കും നമ്മുടെ ടോമച്ചിന് വന്നിട്ടുണ്ട് കുറച്ച് പലഹാരമായിട്ട്. അപ്പൊ ഞങ്ങളുടെ ഫാദറോട് വന്നിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് പോകാം. ഉഴുന്നുവട ഉണ്ട്, ഉള്ളിവട ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് അവർ ചാനൽ.